അയാളൊരു ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. വാട്ട് യു വാണ്ട് ടു ചാറ്റ് ഇൻ ദിസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്നോട് ചോദിച്ചു ക്യാൻ വി മീറ്റ് അറ്റ് ലുലു എന്ന് പറഞ്ഞു. വിത്തൗട്ട് എന്റെ പെർമിഷൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ഞാൻ കട്ട് ചെയ്തു. റെഡി ടു മിങ്കിൾ എന്ന് ചോദിച്ചു. താല്പര്യം ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചേട്ടാ എനിക്ക് താല്പര്യമില്ല. യെസ്, അത് പബ്ലിക് ആയിട്ടുള്ള സ്പേസിൽ വെച്ചിട്ടായിരുന്നു. അയാൾ സംസാരിക്കുമ്പോ അയാളെ വായിൽ നിന്ന് വെള്ളമൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് അങ്ങനെയാണ് സംസാരിച്ചോണ്ടിരുന്നത്. സന്തോഷ് വർക്കി ഉൾപ്പെടെ 5 പേർക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തു പോലീസ്. സൗത്ത് ചിറ്റൂരിൽ താമസിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിലാണ് ചേരാനെല്ലൂർ പോലീസ് കേസെടുത്തത്. സമൂഹ മാധ്യമ താരം അലിൻ ജോസ് പെരേര, അഭിലാഷ് അട്ടായം, ബ്രൈറ്റ്, ഹ്രസ്വചിത്ര സംവിധായകൻ വിനീത് എന്നിവരും കേസിലെ പ്രതികളാണ്. ഏപ്രിൽ സൗത്ത് ചിറ്റൂരിലെ ട്രാൻസ്ജെൻഡറിന്റെ വാടക വീട്ടിൽ വെച്ചായിരുന്നു പീഡനം. ട്രാൻസ്ജെൻഡറിന്റെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നാണ് പരാതി. സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിക്കാൻ എന്ന പേരിൽ വീട്ടിലെത്തി കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന പരാതിയിൽ വീണ്ടും പറയുന്നുണ്ട്. സംഭവം നടന്നതിന് ശേഷം പരാതിയുമായി യുവതി രംഗത്തെത്തിയതോടെ മറ്റൊരു ട്രാൻസ്ജെൻഡറും സന്തോഷ് വർക്കിക്കെതിരെ ഇത്തരത്തിൽ പരാതി ഉയർത്തുന്നുണ്ട്. ട്രാൻസ്ജെൻഡറും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ അവന്തികയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവന്തികയുടെ ഭാഗത്തു നിന്ന് അവന്തിക പറയുന്നത് സന്തോഷ് തന്റെ ഇൻബോക്സിലും നിരന്തരം വന്ന് ശല്യപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ തന്റെ അടുത്ത് എത്തുകയും റെഡി ടു മിങ്കിൾ ആവാൻ താല്പര്യമുണ്ടോ എന്ന് വളരെ മോശമായ രീതിയിൽ ചോദിച്ചു എന്നാണ് പറയുന്നത്. അവന്തിക മൂവി വേൾഡ് മീഡിയയോട് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു. ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിക്കെതിരെയും അലൻ ജോസ് പെരേരയ്ക്കെതിരെയും മറ്റൊരു സംവിധായകനെതിരെയും പരാതി ഉയർത്തിയിട്ടുണ്ട്. പരാതി വന്നിട്ടുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ള തരത്തിൽ. അപ്പോഴാണ് ട്രാൻസ്ജെൻഡർ ആയ അവന്തിക തനിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്. എന്തായിരുന്നു ആറാട്ടണ്ണനിൽ നിന്ന് നേരിട്ട അനുഭവം? അയാളൊരു ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ മെസ്സഞ്ചറിൽ എന്റെ പ്രൈവറ്റ് ചാറ്റിൽ വന്നിട്ട് ആറാട്ട് അണ്ണൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ആർ യു ബിസി നൗ? ഞാൻ പറഞ്ഞു വൈ ടു ചാറ്റ്, വാട്ട് യു വാണ്ട് ടു ചാറ്റ് ഇൻ ദിസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കാഷ്വൽ ആയിട്ട് പിന്നെ എന്താ ചെയ്യണത്, സ്റ്റഡിങ് ആണോ വർക്കിംഗ് ആണോ ചോദിച്ചു. പിന്നെ വിത്തൗട്ട് എന്റെ പെർമിഷൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ഞാൻ കട്ട് ചെയ്തു. പിന്നീട് എന്റെ അടുത്ത് ചോദിച്ചു യു ആർ എ ഹൗസ് വൈഫ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു. പിന്നെ യുവർ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സിംഗിൾ എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു റെഡി ടു മിങ്കിൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിത്ത് ഹൂ, വിത്ത് എനി വൺ. പിന്നെ എന്റെ അടുത്ത് ചോദിച്ചു ക്യാൻ ഐ മേക്ക് ഓഡിയോ കോൾ ടു കൺഫേം യു ആർ എ ഗേൾ ആസ് മെനി മെൻ ചീറ്റഡ് മീ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ എം എൻ ഔട്ട്സൈഡ് സോ പ്ലീസ് മെസ്സേജ് മീ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്നോട് ചോദിച്ചു ക്യാൻ വി മീറ്റ് അറ്റ് ലുലു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഫോർ വാട്ട്, ജസ്റ്റ് നോ ഈച്ച് അതർ. അപ്പം എന്നെ ലുലുവിലേക്ക് വിളിച്ചു വരുത്താനും ഇത്തരത്തില് എന്റെ അനുവാദം കൂടാതെ എന്റെ പി എമ്മിൽ വന്നിട്ട് വീഡിയോ കോൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇയാള് തികച്ചും ഇതൊരു ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു വ്യക്തിയായിട്ട് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നേരിട്ട് ഒരു പ്രാവശ്യം പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എന്റെ പുറകെ വന്ന് സംസാരിക്കുകയും എന്റെ അടുത്ത് ഇതേപോലെ ആവശ്യമില്ലാത്ത വൃത്തികേടുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അന്ന് സംസാരിച്ചത്? പുറത്ത് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് പറയാം. എന്നോട് ചോദിച്ചു, അന്ന് ചോദിച്ചത് ഇത് തന്നെയാണ്, റെഡി ടു മിങ്കിൾ എന്നാണ് ചോദിച്ചത്. താല്പര്യം ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചേട്ടാ എനിക്ക് താല്പര്യമില്ല. എന്റെ അച്ഛന്റെ പ്രായം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോ, അപ്പൊ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഒഴിവാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ വെച്ചിട്ടായിരുന്നു? യെസ്, അത് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ വെച്ചിട്ടായിരുന്നു. എവിടെ വെച്ചായിരുന്നു ഓർക്കുന്നുണ്ടോ? അത് ലുലു മോളിൽ വെച്ചിട്ടാണ്. അത് ലുലു മോളിൽ വെച്ചിട്ടാണ്. അതെ അതെ. അപ്പം ഇങ്ങോട്ട് വന്നിട്ട് മിണ്ടുവായിരുന്നോ ചെയ്തേ? പേര് വിളിച്ച് മിണ്ടുവായിരുന്നോ? എങ്ങനെയായിരുന്നു സംഭവം? അല്ല, പേര് വിളിച്ച് മിണ്ടുവല്ലായിരുന്നു. കാരണം എനിക്ക് ഈ ചാറ്റിന് മുന്നേ അയാൾക്ക് ഞാനൊരു അൺനോൺ പേഴ്സൺ ആണ്. എനിക്ക് അയാളെ അറിയത്തില്ല. ഞാൻ ഈ ആറട്ടൻ സംഭവം ഒന്നും പിന്നീടാണ് എനിക്ക് മെസ്സഞ്ചറിൽ ആറട്ടൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാൻ ഇയാളെ പറ്റി സെർച്ച് ചെയ്യുന്നത്. അപ്പോഴാണ് മനസ്സിലായി ഇയാൾ എന്തോ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളാണെന്നും അങ്ങനെയൊക്കെ കണ്ടത്. അല്ലാതെ എനിക്ക് പേഴ്സണലി അയാളെ അറിയില്ല. അപ്പൊ അയാൾ എന്റെ പുറകെ വന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന് വിളിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ നോർമലി ആരോ സംസാരിക്കണം, അതൊരു പബ്ലിക് ആയിട്ടുള്ള സ്പേസ് ആണല്ലോ. അപ്പൊ നോർമലി വന്ന് സംസാരിച്ച രീതിക്ക് ഞാൻ സംസാരിച്ചു. ഇപ്പൊ ഈ പുറത്തു വരുന്ന വാർത്ത കമ്മ്യൂണിറ്റിയിൽ തന്നെ
ഒരു വാർത്തയായിട്ടുണ്ടോ? കാരണം ഒരാളെ കെട്ടിയിട്ട് പീഡിപ്പിക്കുക ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ. ഞാനിപ്പോ ന്യൂസ് വഴിയാണ് അറിഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തികച്ചും വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അതിക്രമങ്ങൾ ഇപ്പൊ സ്ത്രീകൾക്കെതിരെ നടക്കുമ്പോഴും അതൊരു ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കെതിരെയും നടക്കുന്നുണ്ടെന്ന് പൊതുസമൂഹം അറിയുന്നുണ്ടല്ലോ ഇതുവഴി. ഈ പറയുന്ന വ്യക്തിയുമായി അന്ന് സംസാരിച്ചപ്പോൾ വീഡിയോ എടുത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. വീഡിയോ കൈവശമുണ്ടോ? എന്റെ ഫോൺ ചേഞ്ച് ചെയ്തപ്പോൾ ചിലപ്പോ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇയാള് സംസാരിക്കുന്ന ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു നോർമൽ ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെയല്ല. കാരണം അയാൾ സംസാരിക്കുമ്പോ അയാളെ വായിൽ നിന്ന് വെള്ളമൊക്കെ വരുന്ന ടൈപ്പ് അങ്ങനെയാണ് സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തേലും മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പോ അറ്റാക്ക് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷെ വീഡിയോ ഉണ്ടോന്ന് നോക്കണം. താങ്ക് യു. മോഹൻലാൽ സിനിമ നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന പടത്തിന് റിവ്യൂ പറഞ്ഞാണ് സന്തോഷ് വർക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. മോഹൻലാൽ ഈ പടത്തിൽ ആറാടുകയാണെന്ന് പറഞ്ഞ ഒറ്റ ഡയലോഗിലാണ് സന്തോഷ് വർക്കി ഹിറ്റായത്. പിന്നീട് സന്തോഷ് വർക്കി എന്ന പേരിന് പകരം ആറാട്ടണ്ണൻ എന്ന് അയാൾ അറിയപ്പെട്ടു. പിന്നീട് ഏത് സിനിമ ഇറങ്ങിയാലും റിവ്യൂ പറയുന്നതിൽ സന്തോഷ് വർക്കിയും മുന്നിട്ട് നിന്നിരുന്നു. സന്തോഷ് വർക്കി പിന്നീട് വാർത്തകളിൽ നിറഞ്ഞത് റിവ്യൂ പറച്ചിലുകളിലൂടെ മാത്രമായിരുന്നില്ല. പിന്നീട് വാർത്തകളിൽ നിറഞ്ഞത് നടിയായ നിത്യ മേനോനെ തനിക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിരുന്നു. നിത്യ മേനോൻ ഇതിനെ പലതവണ അവഗണിച്ചിരുന്നു. എന്നാൽ വീണ്ടും വീണ്ടും ഈ ആവശ്യവുമായി നിത്യ മേനോൻ പോകുന്ന ഇടങ്ങളിലെല്ലാം അദ്ദേഹം ചെല്ലുകയും വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തിരുന്നതായാണ് പിന്നീട് മാധ്യമങ്ങൾ വഴി അറിയുന്നത്. പിന്നീട് നിരവധി നായികമാരെ തനിക്ക് ഇഷ്ടമാണെന്ന്, ഐശ്വര്യ ലക്ഷ്മിയെ ലിപ് ലോക്ക് ചെയ്യണമെന്നതും മഞ്ജു വാര്യർക്ക് ജീവിതം കൊടുക്കാമെന്നും പറഞ്ഞ് വാർത്തകളിൽ സന്തോഷ് വർക്കി നിറഞ്ഞു. സന്തോഷ് വർക്കി വാർത്തകളിൽ നിറയുന്ന അതേ സമയം തന്നെ ഉദിച്ചു വന്ന മറ്റൊരു സോഷ്യൽ മീഡിയ താരമായിരുന്നു അലൻ ജോസ് പെരേര. അദ്ദേഹവും പുതുതായി ഇറങ്ങുന്ന സിനിമകളിലെ റിവ്യൂ പറഞ്ഞാണ് രംഗത്ത് എത്തിയത്. സന്തോഷ് വർക്കി റിവ്യൂവിൽ വാക്കുകൾ കൊണ്ട് ആറാടുകയാണെങ്കിൽ അലൻ ജോസ് പെരേര അത് പാട്ടായും ഡാൻസായും കളിച്ചായിരുന്നു റിവ്യൂവിൽ രംഗത്തെത്തിയത്. പിന്നീട് സന്തോഷ് വർക്കിയും അലൻ ജോസ് പെരേരയും ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറായി വളരുകയായിരുന്നു. സന്തോഷ് വർക്കിയും അലൻ ജോസ് പെരേര ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് IPC സെക്ഷൻ 377, 506, 511, 34 എന്നീ വകുപ്പുകൾ ചേർത്താണ്. അയാളൊരു ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. വാട്ട് യു വാണ്ട് ടു ചാറ്റ് ഇൻ ദിസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്നോട് ചോദിച്ചു ക്യാൻ വി മീറ്റ് അറ്റ് ലുലു എന്ന് പറഞ്ഞു. വിത്തൗട്ട് എന്റെ പെർമിഷൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ഞാൻ കട്ട് ചെയ്തു. റെഡി ടു മിങ്കിൾ എന്ന് ചോദിച്ചു. താല്പര്യം ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചേട്ടാ എനിക്ക് താല്പര്യമില്ല. യെസ്, അത് പബ്ലിക് ആയിട്ടുള്ള സ്പേസിൽ വെച്ചിട്ടായിരുന്നു. അയാൾ സംസാരിക്കുമ്പോ അയാളെ വായിൽ നിന്ന് വെള്ളമൊക്കെ വരുന്ന ടൈപ്പ് അങ്ങനെയാണ് സംസാരിച്ചോണ്ടിരുന്നത്.